അപ്പം എന്തുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ചൊവ്വാഴ്ച രാവിലെ, പ്രത്യേകിച്ച് ഈ വർക്കിംഗ് ഡേയിലൊക്കെ വളരെയധികം പ്രശ്നമല്ലേ. അതുപോലെ എന്താ പറയുന്നത്, നമ്മൾ രാവിലെ തന്നെ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം നമ്മൾ സിനിമാ സംബന്ധമായ വീഡിയോകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട് തിങ്കളാഴ്ച വീണു പോകും ദൃശ്യം എന്നൊക്കെ വിചാരിച്ചിരുന്നവരെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് വമ്പൻ കുതിച്ചുകയറ്റമാണ് ദൃശ്യം തിങ്കളാഴ്ച ദിവസം ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഇന്നലെ പ്രീഫെയിൽ ഇനത്തിൽ തന്നെ 5 കോടി, പ്രീഫെയിലല്ല ട്രാക്കിങ് 5,70,00,000 രൂപയുണ്ടായിരുന്നു. പ്രീഫെയിൽ 3,98,00,000 ഉണ്ടായിരുന്നു. അപ്പോൾ നിശ്ചയമായിട്ടും 6 കോടിക്ക് മുകളിലുള്ള തുക തന്നെ പ്രതീക്ഷിച്ചെങ്കിലും ആ തുക തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഫാക്ടിക്കിൻ്റെ റിപ്പോർട്ടും പ്രകാരം 6.5 കോടി രൂപയാണ് ഇന്നലെ കേരളത്തിൽ നിന്ന് ദൃശ്യം 3 വാരിക്കൂട്ടിയത്. അപ്പം കേരള കളക്ഷൻ എന്ന് പറയുന്നത് 45,35,00,000 രൂപയിലേക്ക് ചെന്ന് നിൽക്കുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. ആദ്യ ദിവസം 11,05,00,000, രണ്ടാമത്തെ ദിവസം 8,85,00,000, മൂന്നാമത്തെ ദിവസം 9,25,00,000, നാലാമത്തെ ദിവസമായ ഞായറാഴ്ച 9,60,00,000, അഞ്ചാമത്തെ ദിവസമായ തിങ്കളാഴ്ച 6.5 കോടി. അങ്ങനെ ടോട്ടൽ 45,35,00,000 രൂപയാണ് കേരള കളക്ഷൻ ദൃശ്യം 3യുടെ. അപ്പോൾ 50 കോടി ഇന്നുകൊണ്ട് എത്തും എന്ന് ഏകദേശം ഉറപ്പാക്കുന്ന ഒരു കണക്കും കൂടെ ഞാൻ പറയാം. പിന്നെ ചൊവ്വാഴ്ച ദിവസത്തെ കണക്കുകൾ നോക്കുമ്പോൾ പ്രീഫെയിൽ മാത്രമല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. പ്രീഫെയിൽ നോക്കുമ്പോൾ ഇന്നലെ രാത്രി വന്ന പ്രീഫെയിൽ അനുസരിച്ച് 3,30,55,268 രൂപയാണ് പ്രീഫെയിൽ ഇനത്തിൽ കിട്ടിയിരിക്കുന്നത്. അപ്പം 3,31,00,000, 3,31,00,000 പ്രീഫെയിൽ കിട്ടിയ ചിത്രത്തിന് ഇന്നും ഏകദേശം 5.5-6 കോടി റേഞ്ചിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നുകൊണ്ട് ഏകദേശം 50-51 കോടിയിലേക്ക് കേരള കളക്ഷൻ എത്തുന്നു എന്നുള്ളത് സന്തോഷകരമായ വാർത്തയുണ്ട്. എന്താ പറയുന്നത്, അങ്ങനെ എല്ലാം സന്തോഷമാണ്. ഇപ്പം ചൊവ്വാഴ്ച വീഴും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് വലിയ പണിയാണ് മക്കളെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റ ടിക്കറ്റിൻ്റെ എണ്ണം, അതാണ് പലപ്പോഴും നമ്മളെ ഞെട്ടിക്കാറുള്ളത്. കാരണം തിങ്കളാഴ്ച ദിവസമൊക്കെ ബുക്കിംഗ് കുറയുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും വലിയ കുറവൊന്നും നേരിട്ടിട്ടില്ല. ഞായറാഴ്ച ദിവസം 2,73,000 ടിക്കറ്റ് വിറ്റെങ്കിൽ തിങ്കളാഴ്ച ദിവസം 2,31,260 ടിക്കറ്റ് വിറ്റിട്ടുണ്ട്. അതിനും വലിയ കുറവൊന്നും നേരിട്ടിട്ടില്ല. ദൃശ്യത്തിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല, വമ്പൻ ടിക്കറ്റ് വേട്ടയാണ്. നേരത്തെ തന്നെ 20 ലക്ഷം കടന്നു, ഇപ്പോൾ 25 ലക്ഷം കടന്നിട്ടുണ്ട് എന്നാണ് കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം. അതൊക്കെ അടുത്ത കാലത്തൊന്നും മലയാള സിനിമയിൽ സംഭവിക്കാത്ത കാര്യമാണ്. അതുപോലെ അന്യപ്രദേശങ്ങളിലെല്ലാം കേരളവും ഇന്ത്യ ഒട്ടാകെ ഒരു ദൃശ്യം തരംഗം ആഞ്ഞടിക്കുന്ന വാർത്തയും നമ്മൾ പുറത്തു വിട്ടായിരുന്നു. കർണാടകത്തിൽ നിന്നൊക്കെ 10 കോടി നേടുന്നു എന്നൊക്കെ പറയുമ്പം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അങ്ങനെ കേരളത്തിൽ നിന്ന് 50 കോടി കിടക്കുന്ന ദൃശ്യം ഇന്ന് ചൊവ്വാഴ്ച ദിവസവും ഒരു തൂക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കാം. രാവിലെ ആയതുകൊണ്ട് ഇത്രയൊക്കെ മതിയടേ. ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ. അതുപോലെ വേറൊരു കാര്യം, എൻ്റെ വീഡിയോയ്ക്ക് വളരെയധികം സ്നേഹസമ്പന്നമായ കമൻറ്റുകളും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ നല്ലവരായ പ്രേക്ഷകർക്ക് എല്ലാം നമുക്ക് തരാൻ പറ്റുന്ന സന്തോഷം മാത്രമാണ്. അത് ഈ മനസ്സ് നിറഞ്ഞ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു, സ്നേഹം നൽകുന്നു. എന്നും ഈ സപ്പോർട്ട് ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.